ഹായ് ഫ്രണ്ട്സ്, KL59 A1 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിൽ നമ്മൾ വാളിലൊരു TV ഫിറ്റ് ചെയ്തിട്ടുണ്ട്. TV ഫിറ്റ് ചെയ്തിട്ടുള്ളത് വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ വാഹനം പഠിക്കാൻ വരുന്നവർ കാണുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ലേണറിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ ആയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു TV നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാവുന്നതാണ്. കുറെ കൂടി ഇൻഫർമേഷൻ ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഓഫീസിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. സിസ്റ്റം, അതുപോലെ തന്നെ പ്രിന്റർ, അതുപോലെ തന്നെ ടേബിൾ ഈ രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫീസ് ഈ രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ലെക്ചർ ഹാളിലേക്ക് കിടക്കാം. അപ്പോൾ ലെക്ചർ ഹാള് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ് റൂമാണ്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, സിഗ്നലിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ റൗണ്ട് ഔട്ട്, അതുപോലെ തന്നെ വാഹനത്തിനെ പറ്റിയുള്ള ക്ലാസ് നല്ല വ്യക്തമായ രീതിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് റൂം, ലെക്ചർ ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാം, സിഗ്നലുകളും കാര്യങ്ങളൊക്കെ ചാർട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റൂമാണ്. അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് അതൊക്കെ തന്നെയുണ്ട്. ഇനിയുള്ളത് ഡെമോൺസ്ട്രേഷൻ ഹാളാണ്. ഇതിൽ നമ്മൾ ഒരു ഓമിനി വാഹനത്തിന്റെ ഡെമോ ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഓമിനി വാഹനമാണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് കാണാം, ഒരു സീറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇരുന്നിട്ട് തന്നെ വേണമെങ്കിൽ വാഹനത്തിനെ പറ്റിയൊക്കെ വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ചോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഗിയർ സിസ്റ്റം, ഇതിൽ ഇരുന്നിട്ട് ഗിയർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എഞ്ചിന്റെ ഭാഗങ്ങളെ പറ്റി, ഡൈനാമോ, എയർ ക്ലീനർ, അതുപോലെ തന്നെ വാഹനത്തിന്റെ എഞ്ചിന്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഗിയർ ബോക്സിന്റെ ഭാഗങ്ങൾ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതുപോലെ തന്നെ ഹൗസിംഗ്, വീല്, ഇതിനൊക്കെ പറ്റി വാഹനത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡെമോ വാഹനമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വാഹനത്തിലെ എല്ലാ പാർട്സുകളും, ഏറെക്കുറെ ഒട്ടുമിക്ക പാർട്സുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡെമോ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വാഹനം പഠിക്കാൻ വരുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാറ് കുറവാണ് എന്നാണ് തോന്നുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വാഹനം പഠിക്കുന്നവർക്ക് വേണ്ട രീതിയിൽ വാഹനത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടയർ കഴിക്കുക, ഒരു പക്ഷേ ഒരു ടയർ കാറ്റൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കഴിക്കുക, അതിൻ്റെ വീലിനട്ട് എങ്ങനെയാണ് കഴിച്ചെടുക്കുക, അതൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യ ക്ലാസ്സുകളിൽ വാഹനം പഠിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അവർക്ക് ഒരു വാഹനത്തിനെ പറ്റി ഒരു ഐഡിയ മനസ്സിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് എഞ്ചിനിൽ ഓയിൽ വയ്ക്കുക, ഈ ക്യാപ്പ് തുറന്നിട്ടാണ് എഞ്ചിനിൽ ഓയിൽ വയ്ക്കുക, അത്തരമുള്ള കാര്യങ്ങൾ. ഒരു എഞ്ചിൻ ഓയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഒരു വാഹനം എടുക്കുന്നതിന് മുന്നേ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, എഞ്ചിൻ ഓയിൽ. അപ്പോൾ ഡിപ്സ്റ്റിക് ആണ്.
അപ്പോൾ ഓയിൽ ലെവൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രകാരം ഈരുടെ ഇവിടെ വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ എന്തിനാണ് വാഹനത്തിന് റേഡിയേറ്റർ എങ്ങനെയാണ് വെള്ളം ഒഴിക്കുക എന്നൊക്കെയുള്ള വാഹനത്തെ പറ്റി ആധികാരികമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൂൾസ്, സ്പാനർ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക, സ്പാനർ സെറ്റ്, സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ, അതുപോലെ തന്നെ എല്ലാ സ്പാനറുകളും ഏതാണ് 10, 11, ഏതാണ് വലിപ്പം കൂടിയ സ്പാനർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്പാനർ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൻ്റെ. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ റൂമും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓഫീസും അതുപോലെ തന്നെ ലെക്ചർ ഹാളും ഡെമോൺസ്ട്രേഷൻ റൂമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വാഹനം പഠിക്കുന്ന ആർക്കും വാഹന സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും എന്നെ വിളിക്കാവുന്നതാണ്. എൻ്റെ മൊബൈൽ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ വാഹനം പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ വാഹനം പഠിച്ചിട്ടും വാഹനം എടുക്കാൻ സാധിക്കാത്തവർക്കും ഒക്കെ എൻ്റെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണ്ട എന്നാലാകുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഇനി എച്ച് സംബന്ധമായിട്ട് വാഹനം നിങ്ങൾക്ക് എച്ച് എടുക്കുന്ന സമയത്ത് ഫെയിലായ ചില ആളുകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം നേരിടുന്ന അത്തരക്കാർക്കും നമ്മുടെ ജില്ലാ കണ്ണൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ലൈൻ നോക്കി എച്ച് എടുത്തിട്ട് പരാജയപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും എന്നെ വിളിക്കാവുന്നതാണ്. എന്ത് സഹായം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം. എൻ്റെ ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങളും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മികച്ച വീഡിയോകളുമായി ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തരികയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.